ഹായ്, നമ്മളിന്ന് സീഡി മീൻ കറി വെക്കാൻ പോവാം. സീഡി മീനാണ് നമുക്ക് കിട്ടിയത്. സീഡി മീൻ, സ്റ്റീൽ പരവ, പാൽക്കുറിച്ചി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ ഇത് കണ്ടോ, ഞങ്ങളുടെ അമ്മ പുഴുങ്ങുന്ന കപ്പ ബാലൻസ് വരത്തില്ല, നമ്മൾ ചെണ്ടമുറിയം പുഴുങ്ങുന്നത്. അപ്പോൾ അത് ഉപ്പേരി പോലെ ഉണക്കും, അരിഞ്ഞ് വെറുതെ കളയണ്ടെന്ന് ഓർത്ത്. അപ്പോൾ ഇത് വറുത്താൽ അത്ര ഒരു രുചിയില്ല, ഒരു മണമുണ്ട്. അപ്പം ഞാൻ ആ കപ്പ എടുത്ത് വെള്ളത്തിൽ ഇടാൻ പോവാം. പെട്ടെന്ന് അങ്ങ് കുതിരും, പെട്ടെന്ന് വേകും. നമ്മൾ നല്ലതായിട്ട് വെന്ത കപ്പയല്ലേ. അപ്പോൾ അത് വേവിച്ച് നമ്മൾ മീൻ ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കാൻ പോവാം. അപ്പം ഞാൻ ആ കപ്പ കുക്കറിനകത്തോട്ട് വെക്കുവാണേ, ഒരു വിസിൽ കേൾക്കട്ടെ. അപ്പോൾ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കപ്പയ്ക്കൊന്ന് ചതയ്ക്കാം. നമ്മുടെ കാന്താരി, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, തേങ്ങ ഒക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. കപ്പ ദേ നന്നായിട്ട് വെന്ത് ഞാൻ ഊറ്റി ആ അപ്പച്ചെമ്പിലോട്ട് വെച്ച് അരപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് ഇളക്കിയെടുക്കട്ടെ. അപ്പം നമ്മുടെ മീൻകറിക്കുള്ള സാധനം ഞാനപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം നമ്മുടെ കപ്പയുടെ പരുവം. ഇത് കണ്ടോ, മീൻകറിക്ക് തക്കാളി, ഇച്ചിരി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി ഇച്ചിരി ഉലുവ ഇട്ടു. വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് വഴട്ടി എടുക്കട്ടെ. കടുക് ഞാൻ ഇട്ടില്ല, കടുക് നമുക്ക് ലാസ്റ്റ് താളിച്ചൊഴിക്കാം. അപ്പം ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1.25 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂപ്പിക്കല്ല, നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ തേങ്ങ തിരുമ്മി വെച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചല്ല, അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി ഇട്ടു, ഉപ്പിട്ടു. തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്, മഷി പോലെ അരച്ചിട്ടുണ്ട്. അപ്പം തക്കാളിയുടെ പുളിയുണ്ട്, നമ്മുടെ തൂട്ടുപുളിയുടെ പുളിയുണ്ട്. അപ്പം തിളച്ച് മീൻ പറക്കിയിടട്ടെ. കണ്ടോ, വലിയ മീനാണ്, ഞാൻ ഇങ്ങനെ മുറിച്ച്. എനിക്ക് മീനിനെക്കാട്ടി താല്പര്യം ഇതിൻ്റെ തല കണ്ടോ, തലയ്ക്കകത്ത് മൊത്തം മാംസമോ, നല്ല ടേസ്റ്റ്. അപ്പം നമ്മുടെ മീനെ കറി വേകട്ടെ. കണ്ടോ, ഞാനിങ്ങനെ തേങ്ങ അരച്ച് മീൻ കറി വെക്കുന്നത്. അപ്പോൾ 5-6 കഷ്ണം ഞാൻ വറക്കാൻ എടുത്തായിരുന്നേ. അപ്പോൾ ആ തടുപ്പയിലിരുന്ന് മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ മീൻ കറി റെഡിയായി. ഞാൻ കടുക് താളിച്ച് എന്തൊക്കെയാണെന്നറിയാമോ, ഉള്ളിയും, ചെറിയ ഉള്ളിയും, കറിവേപ്പിലയും, കടുകും താളിച്ചൊഴിച്ച് കപ്പ വേവിച്ച് വെച്ച് നല്ലതായിട്ട് കുഴച്ച് വേവിച്ചിട്ടുണ്ട്. കണ്ടോ. അപ്പം മീൻകറിയും വറുത്തതും കപ്പയൊക്കെ എടുത്തു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.